നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് അൺബോക്സിങ്ങിനായിട്ട് പോകുന്നത് വിവോയുടെ ഏറ്റവും പുതിയ മോഡലായ Y20A എന്ന മോഡലാണ്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഫോണുകളെ കുറിച്ചൊക്കെ ഞാൻ ഒരു പോൾ ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ റിവ്യൂ ചെയ്യാനായിട്ട് പറഞ്ഞത് Y20A എന്ന മോഡലാണ്. വിവോയുടെ തന്നെ തൊട്ട് മുൻപ് ഇറങ്ങിയ Y20i എന്ന മോഡലുമായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഈ ഫോണിനകത്ത് വരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഫോണുകളെല്ലാം എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തരുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഡീലറായ ഏഷ്യൻ ചോയ്സിൻ്റെ കുന്നോളം ഷോറൂമായ ഏഷ്യൻ ചോയ്സ് സ്മാർട്ടൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മൊബൈൽ ഫോണുകളും ഹോം അപ്ലയൻസസും EMI ആയിട്ടും അതുപോലെ തന്നെ ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ വീഡിയോ നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്യാൻ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഈ ഫോണിൻ്റെ ബോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിവോയുടെ Y20i എന്ന സെയിം ഒരു ബോക്സാണ് ഇതിനകത്ത് വരുന്നത്. അതിന് മുകളിൽ വിവോ എന്ന ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ Y20A എന്ന മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. പിന്നെ 3GB RAM 64GB സ്റ്റോറേജ് എന്നൊക്കെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് 5000 mAh ബാറ്ററി എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ട്രിപ്പിൾ ക്യാമറ മൊബൈലാണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഇതിൻ്റെ ഫോണിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക, അതുപോലെ അതിൻ്റെ MRP, മാനുഫാക്ചറിങ് ഡേറ്റ്, അതുപോലെ IMEI നമ്പറുകൾ, ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. 3GB RAM ആണ്. പിന്നെ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് ഇതിൻ്റെ വൈറ്റ് കളറുള്ള മൊബൈലാണ്. അപ്പോൾ അത്തരം ഡീറ്റെയിലൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു ബോക്സ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഒരു ബാക്ക് പോച്ചാണ് വരുന്നത്. അതായത് നമുക്ക് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് പോച്ചാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ അതിന് സിം ചെക്കിങ് ടൂളും വാറണ്ടി പേപ്പറും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. വിവോയുടെ എല്ലാ മൊബൈലുകളിലും ഇത്തരത്തിലൊരു ബാക്ക് പോച്ച് നമുക്ക് സൗജന്യമായിട്ട് കമ്പനി തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വിവോയുടെ Y20A എന്ന മോഡൽ. നമുക്ക് ഫോൺ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫോണിൻ്റെ ബോക്സിനകത്ത് മറ്റെന്തൊക്കെ ആക്സസറീസാണ് കിട്ടുന്നതെന്ന് നോക്കാം. നമുക്കിതിനകത്തൊരു ചാർജർ വരുന്നുണ്ട്. ഇതൊരു 10 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജാണ് വരുന്നത്. തൊട്ട് മുൻപ് ഇറങ്ങിയ Y20i എന്ന മോഡലിനകത്ത് ഫാസ്റ്റ് ചാർജ് ഇല്ല. ഇതിനകത്തൊരു 10 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാർജ് ചെയ്യാനായിട്ട് ഒരു മൈക്രോ USB കേബിൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആക്സസറീസൊക്കെയാണ് ഇതിനകത്ത് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് വിവോയുടെ Y20A എന്ന മോഡൽ. നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് വിവോ Y20Aയുടെ ഡൗൺ വൈറ്റ് എന്ന കളറാണ്. ഇതിൻ്റെ തന്നെ നെബുല ബ്ലൂ എന്ന മറ്റൊരു കളർ കൂടിയുണ്ട്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു V20 SEO അല്ലെങ്കിൽ Y51 എന്ന മോഡലുമായിട്ടൊക്കെ ഏകദേശം സാമ്യമുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഒരു പ്രീമിയം ഫോണിൻ്റെ ലുക്ക് തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു ബോഡിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്യാമറ മോഡുകളൊക്കെ ആയാലും എല്ലാം കൊണ്ടും വളരെ ഒരു പ്രീമിയം ഫോണിൻ്റെ ലുക്ക് തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്ന സൈഡിലാണ്. പവർ ബട്ടണും ഇതിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ ഇതിൻ്റെ ഒരു മൈക്രോ USB ചാർജിങ് പോർട്ടും അതുപോലെ 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ കിഡ്ലുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസൊക്കെ നമുക്ക് എല്ലാവർക്കും വളരെയേറെ സാറ്റിസ്ഫൈഡ് ആവുന്ന നല്ല ലുക്കുള്ള നല്ലൊരു പ്രീമിയം ഫോണിൻ്റെ ലുക്ക് തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് വിവോയുടെ Y20A എന്ന് പറയുന്നത്. Y20i എന്ന മോഡലുമായിട്ട് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഈ ഫോണിനകത്ത് വരുന്നുള്ളൂ എന്ന് ഞാൻ മുൻകൂട്ടി പറയുന്നു. അതുപോലെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എൻ്റെ ചാനലിനകത്ത് ഒരുപാട് ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ റിപ്പയർ ചെയ്യുന്ന ഫോണുകളുടെ കുറച്ച് വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം വീഡിയോകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ അത്തരം വീഡിയോകൾ കൂടി കാണാൻ ശ്രമിക്കുക. അതുപോലെ മറ്റേതെങ്കിലും ഫോണിനെ കുറിച്ച് റിവ്യൂകൾ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളൊരു ഫോൺ വാങ്ങിക്കാൻ പോവുകയാണ്, EMI ആയിട്ടായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ്.
അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സുകളൊക്കെ മൊബൈൽ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് വിവോയുടെ Y20A എന്ന മോഡൽ. ഓപ്പൺ ആക്കുമ്പോൾ കാണുന്ന ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.51 ഇഞ്ചിൻ്റെ HD+ IPS ഡിസ്പ്ലേ ആണ്. നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഡിസ്പ്ലേ ആണ്. നല്ല അത്യാവശ്യം കളർഫുൾ ആയുള്ള ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. HD+ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 6.51 ഇഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു സ്ക്രീനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് പറയേണ്ട കാര്യം, ഇതിനകത്ത് നിരോധിച്ച ചൈനീസ് ആപ്പുകളൊന്നും ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ആവശ്യമില്ലാതെ കുറേ ആപ്പുകളൊന്നും ഇതിനകത്ത് കുത്തി കയറ്റി വെച്ചിട്ടില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ്. അതുപോലെ നല്ല രീതിയിലുള്ള ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്മൂത്തായുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പാനലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഒരുവിധം നമുക്ക് വേണ്ട ഐക്കണുകളല്ലാതും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹോം സ്ക്രീൻ ആയാലും കൂടി ഇതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് സെറ്റിങ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പുതിയ ആൻഡ്രോയിഡിലാണ് ഈ ഫോൺ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മൊബൈലാണ് വിവോയുടെ Y20A എന്ന് പറയുന്നത്. നമുക്ക് അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഫോണിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു 3GB റാമുള്ള മൊബൈലാണ്. അതുപോലെ 64GB ഇതിൻ്റെ സ്റ്റോറേജിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ IMEI നമ്പർ ഡീറ്റെയിൽസും, പിന്നെ അതൊരു ആൻഡ്രോയിഡ് 11 ഈ ഫോൺ വർക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അതായത് ഏറ്റവും പുതിയ ആൻഡ്രോയിഡിലാണ് ഈ ഫോൺ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇനി അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഏറ്റവും പുതിയ ആൻഡ്രോയിഡിലാണ് ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ വിവോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടച്ച് OSൻ്റെ ഏറ്റവും പുതിയ വെർഷനായിട്ടുള്ള ടച്ച് OS 11 ഈ ഫോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈലാണ് ഇതെന്ന് പറയാം. 2021 ഇറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ മോഡലാണ് Y20A എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രോസസ്സർ സ്നാപ്ഡ്രാഗണിൻ്റെ 439 എന്ന ഒരു പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. 1.95 GHz ഒരു പ്രോസസ്സറാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3GB റാമിൽ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറും അതുപോലെ ഒരു 5000 mAh ബാറ്ററിയും, അതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിൽ ടച്ച് OS 11 ആൻഡ്രോയിഡ് 11 ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ളൊരു വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മൊബൈലാണ് വിവോയുടെ Y20A എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ക്യാമറ സെൻട്രിക് മൊബൈൽ അല്ല എന്നാൽ കൂടി ഇതിനകത്ത് നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് വിവോ Y20A എന്ന മോഡലിൽ എടുത്ത ഒരു ഫോട്ടോ ആണ്. നമ്മൾ സൂം ചെയ്താലും അത്യാവശ്യം ക്ലാരിറ്റി പോകാത്ത രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് നമുക്ക് ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ക്യാമറ സെറ്റിങ്സിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിതിനകത്ത് പോർട്രേറ്റ് മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്, അതുപോലെ പനോരമ മോഡ് വരുന്നുണ്ട്, പ്രൊഫഷണൽ മോഡ് വരുന്നുണ്ട്, ലൈവ് ഫോട്ടോ, അതുപോലെ ഡോക്യുമെൻ്റ് മോഡ്, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിനകത്ത് സെക്കൻഡറി ആയിട്ട് വരുന്നത് ഒരു ബൊക്കെ ക്യാമറയാണ്. അതിൻ്റെ കൂടെ ഒരു സൂപ്പർ മാക്രോ ക്യാമറ കൂടി വരുന്നുണ്ട്. നമുക്ക് 4 സെൻറ്റിമീറ്റർ വരെ ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൂപ്പർ മാക്രോ ക്യാമറ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലറായിട്ടും ഒരു ഒബ്ജക്റ്റിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഇതിനകത്ത് ബൊക്കെ ക്യാമറ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നമുക്കൊരു ക്യാമറ കാറ്റഗറി നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു ക്യാമറ ആയിരിക്കും വിവോ Y20A എന്ന മോഡലിനകത്ത് വന്നിട്ടുള്ളത്. തൊട്ട് മുൻപ് ഇറങ്ങിയ Y20i എന്ന മോഡലുമായിട്ടുള്ള കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ക്യാമറയ്ക്കകത്ത് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് വിവോ Y20A എന്ന മോഡലിനകത്ത് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു സെൽഫി ഫോട്ടോ ആണ്. നമുക്ക് സൂം ചെയ്താലും അത്യാവശ്യം ക്ലാരിറ്റി നഷ്ടപ്പെടാത്ത രീതിയിലുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഫോട്ടോസ് നമുക്ക് ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിൽ നല്ല റെസൊല്യൂഷനിൽ സെൽഫി വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ പ്രൊഫഷണൽ ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് ബൊക്കെ മോഡ് വരുന്നുണ്ട്. അതുപോലെ വീഡിയോഗ്രാഫിക്ക് നല്ല രീതിയിലുള്ള ക്യാമറയാണ്. അതുപോലെ മോർ സെറ്റിങ്സിനകത്ത് ലൈവ് ഫോട്ടോ, അതുപോലെ ടൈം ലാപ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമുക്ക് ക്യാമറ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഉള്ള ഒരു ക്യാമറ മൊബൈലാണ് Y20A എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഇടണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ക്യാമറ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 5000 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗണിൻ്റെ പ്രോസസ്സറാണ് വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 11 ടച്ച് OS 11 വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മൊബൈലാണ്. വളരെ സ്ലിമ്മാണ്, എന്നാൽ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്താണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊരു HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ സൗണ്ടും ഡിസ്പ്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം.
smartphone. അതുപോലെ നമുക്ക് ഈ ഫോൺ പെട്ടെന്നാണ് അൺബോക്സ് ചെയ്യാനായിട്ട് കിട്ടിയത്. അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ മൊത്തത്തിൽ ഡിസ്പ്ലേയും ഒരു HD+ ഡിസ്പ്ലേ ആണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 6.51 ഇഞ്ചിൻ്റെ ഒരു HD+ IPS ഡിസ്പ്ലേയും അതുപോലെ കൂടെ ഒരു 5000 mAh ബാറ്ററിയും സൈഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും സ്നാപ്ഡ്രാഗൺ 439 എന്ന പ്രോസസ്സറും ആൻഡ്രോയിഡ് 11 അങ്ങനെ എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള നല്ലൊരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റിൽ കിട്ടുന്നതിൽ നല്ലൊരു മൊബൈലാണ് വിവോയുടെ Y20A എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്ന് പറയുന്നത് 0.22 സെക്കൻഡിനകത്ത് അൺലോക്ക് ആവും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതായത് ഒരു അര സെക്കൻഡ് പോലും ടൈം വേണ്ടി വരില്ല. അത്രയും ഫാസ്റ്റായ രീതിയിൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇതിൻ്റെ ഐ മാനേജർ എന്നൊരു ആപ്ലിക്കേഷൻ. നമുക്ക് ഈ ഒരു ഐ മാനേജർ എന്ന ആപ്ലിക്കേഷൻ വഴി നമുക്ക് അൺനെസസറി ആയിട്ടുള്ള ഫയലുകളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഫോൺ മൊത്തത്തിൽ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോകളോ അല്ലെങ്കിൽ ബിഗ് ഫയലുകളോ ഒക്കെ നമുക്ക് കാറ്റഗറി തിരിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ഇതിനകത്ത് വൈറസ് കയറിയിട്ടുണ്ടോ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്കാൻ ചെയ്യാനും അതുപോലെ അതൊക്കെ കളയാനും നമുക്ക് സാധിക്കും. ഇതൊക്കെ നമുക്ക് ഇൻബിൽട്ടായിട്ട് കമ്പനി തന്നെ തരുന്ന വിവോ എന്ന മോഡൽ കമ്പനി തരുന്ന ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പുറമേ നിന്ന് മറ്റൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിനെ ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകതയാണ്. നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ ഫോണിൻ്റെ ഫുൾ കാര്യങ്ങൾ നമുക്ക് സ്റ്റോറേജ് ആയാലും അല്ലെങ്കിൽ വൈറസ് സംബന്ധമായ കാര്യങ്ങളായാലും ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഒരു 2-3 വർഷത്തേക്കൊക്കെ വേണ്ടി ഫോൺ വാങ്ങിക്കുന്നവർക്കായാലും നല്ല രീതിയിൽ ഹാങ് ആവാതെ അല്ലെങ്കിൽ സ്റ്റോറേജ് ഒന്നും ഫുൾ ആവാത്ത രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇതിൻ്റെ ഐക്കണുകളൊക്കെ വളരെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് വിവോയുടെ Y20A എന്ന മോഡൽ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഒരു നല്ലൊരു മൊബൈലാണ് വിവോയുടെ Y20A എന്ന് പറയുന്നത്. നമുക്ക് EMI ആയിട്ടും 0 ഡൗൺ പേയ്മെൻറ്റിലൊക്കെ നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഫോൺ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ ഈ ഫോൺ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുള്ളവരോ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഫോണിനെ കുറിച്ച് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം. അതുപോലെ തന്നെ ഈ ഫോൺ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഈ ഫോൺ ബുക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഓഫറുകളും കാര്യങ്ങളും കിട്ടുന്നതാണ്. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേതെങ്കിലും ഫോണിനെ കുറിച്ച് റിവ്യൂ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.